നഷ്ടപ്പെടും എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ വില തിരിച്ചറിയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാം, പക്ഷെ ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ആദ്യത്തെ തെറ്റ്. ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ സ്നേഹിക്കും എന്ന തോന്നൽ മൂന്നാമത്തെ തെറ്റ്. സമയം സൗജന്യമാണ്, പക്ഷെ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചെലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ജീവിക്കാൻ പ്രേരിപ്പിച്ച ചില ഇഷ്ടങ്ങളോടും തിരിച്ചറിയാൻ സഹായിച്ച നഷ്ടങ്ങളോടും എന്നും നന്ദിയുണ്ടാവണം. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക. ചിലർക്ക് പകരമാകാൻ മറ്റു ചിലരെക്കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തന്ന മനോഹരമായ പ്രതിഭാസമാണ് ജീവിതം. നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. സ്വയം ബഹുമാനമുള്ളവർ ആയിരിക്കുക. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്ന് വീഴാതിരിക്കാൻ കഴിയൂ. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം, പക്ഷെ നമുക്ക് അർഹിക്കുന്നതിനോട് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. ജീവിതം വളരെ ചെറിയ കാലത്തേക്കുള്ളതാണ്. വെറുപ്പുകൾ ഒഴിവാക്കുക, പെട്ടെന്ന് ക്ഷമിക്കുക, സാവധാനം വിശ്വസിക്കുക, സത്യസന്ധമായി സ്നേഹിക്കുക, പുഞ്ചിരിക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. ആരുടെയും മുന്നിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും തോറ്റുപോകും. ജീവിതത്തിൽ തോറ്റവർ ഒന്നും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോടുണ്ടാവുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക, മുന്നോട്ടു പോവുക. ഒരു ഇല കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. കൂടെ നിന്ന് വേദനകൾ മാത്രം തരുന്ന ബന്ധത്തേക്കാൾ നല്ലത് സംസാരത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും ചേർത്ത് പിടിക്കുന്ന ബന്ധമാണ് നല്ലത്. ജീവിതത്തിൽ ചില സങ്കടങ്ങൾ ആരോടും പറയാനും പറ്റില്ല, സഹിക്കാനും കഴിയില്ല. സ്വയം ഉരുകിത്തീരുകയല്ലാതെ നമ്മുടെ വിഷമങ്ങൾ ആർക്കും മനസ്സിലാവില്ല. മനസ്സ് മുറിയാൻ പ്രിയപ്പെട്ടവരുടെ മൗനം മതി. മനസ്സ് നിറയാനോ പ്രിയപ്പെട്ടവരുടെ ചെറുപുഞ്ചിരി മതി. ചിലതൊക്കെ കൃത്യമായി മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ച് നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. ലക്ഷ്യങ്ങൾ നേടുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. കള്ളങ്ങൾ പറഞ്ഞും പറ്റിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചു നേടുന്നതൊന്നും നിലനിൽക്കില്ല.